എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ അഡലൈഡ് സിറ്റി തന്നെയാണുള്ളത്. ഇത് നമ്മുടെ പ്രിൻസ് കയ്യാനിച്ച പ്രിൻസ് ടാറ്റ. അതെ, ഇത് നമ്മുടെ പ്രിൻസ് അഡലൈഡ് താമസിക്കുന്ന നമ്മുടെ സുഹൃത്താണ്. അതുപോലെ നമ്മുടെ അളിയൻ ജിജോയുടെ സുഹൃത്താണ്, പപ്പായുടെ സുഹൃത്താണ്, ഇവരുടെ എല്ലാ സുഹൃത്താണ്. അപ്പോൾ ഇന്ന് സിറ്റിയിൽ എന്നാ പ്രിൻസ് കാണാനുള്ള സംഭവം? നമുക്ക് ഫാമിലോട്ട് പോലെ ഫാമിൽ പോയി കണ്ടിരുന്ന ഒരു സിറ്റി. അതെ, പ്രിൻസ് നമ്മളെ സിറ്റിയെ കാണിക്കാൻ ഇറങ്ങിയതാണ്. അത് നമുക്ക് ട്രാമേ കയറി ഒരു ഫ്രീ യാത്ര അല്ലേ? ഒരു ഫ്രീ യാത്രയാണ്. അതായത് സിറ്റി എല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദമായ സ്വാഗതം. Hello, Bessie from Adelaide. മമ്മി ഇതാണ് കുഞ്ഞുമോള്. പ്രിൻസിന്റെ മമ്മിയാണ്. പ്രിൻസിന്റെ പപ്പ. പപ്പായുടെ പേര് പറഞ്ഞേ? കുഞ്ഞ്. പപ്പായി എവിടെയും കണ്ടു തരണോ? ഞങ്ങൾ അയൽവക്കാര് സ്വന്തമല്ലേ. ഭയങ്കര അയൽവക്കാരാണ്. നിങ്ങൾ വന്നിട്ട് എത്ര നാളെ ഇപ്പൊ? ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം അല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടുക? നിങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടല്ലോ. 4 5 പ്രാവശ്യം. ഒരു നിങ്ങൾ ഗോൾഡ് കോസ്റ്റ് ആണോ ഇഷ്ടം അതോ അഡലൈഡ് ആണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? ന്യൂട്രലാണ്. മകള് ഗോൾഡ് കോസ്റ്റിലല്ലേ? അതെ. അപ്പോൾ നമുക്ക് സിറ്റി കാണാൻ പോയാലോ? നിങ്ങൾ പോയിട്ടുണ്ടല്ലേ? അപ്പം ഞങ്ങളോട് ജസ്റ്റ് ഒന്ന് വരിക. ഓക്കെ. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അഡലൈഡ് മെട്രോയുടെ ഏറ്റവും ഇങ്ങേയറ്റത്തെ സ്റ്റോപ്പിലാണ്. ഇവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടുന്ന് സിറ്റിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസിനോട് ചോദിച്ചാൽ പറഞ്ഞു ഇവിടുന്ന് ഫ്രീ ആണ്, ചാർജ് ഒന്നുമില്ല മെട്രോയിൽ കയറി പോകാനായിട്ട്. അപ്പോൾ നമ്മൾ സിറ്റി കാണാനായിട്ട് മെട്രോ റെയിലാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലെ മെട്രോ ആണോ കൊച്ചി മെട്രോ ആണോ? കൊച്ചി ഞാൻ ഇതിലായിട്ട് വന്ന് കയറിയിട്ടില്ല. ഇനി നാട്ടിൽ വരുമ്പോൾ ഒന്ന് വന്ന് കയറണം. ഇതാണോ നല്ലതെന്ന് അതുകൂടെ കയറി കഴിഞ്ഞിട്ട് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമ്മൾ നേരെ അഡലൈഡ് സിറ്റിയിലോട്ടാണ്. നമുക്ക് പോകാനുള്ള ഇത് ട്രാം വരുന്നുണ്ട്. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടുന്ന്. ലാസ്റ്റ് സ്റ്റോപ്പ് അങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് കയറുകയാണ്. അടഞ്ഞു. കറക്റ്റ്. എങ്ങനെ ഇരിക്കാം? നമുക്ക് വേണ്ടി മാത്രമേ മെട്രോ. നമുക്ക് വേണ്ടി മാത്രമേ മെട്രോ. അച്ഛൻ്റെ വീഡിയോക്കകത്ത് ഞങ്ങൾ വന്നുണ്ട്. നമുക്ക് വേണ്ടി മാത്രമേ മെട്രോ സർവീസ്. നമ്മൾ വന്നപ്പോഴേ സൂക്ഷം നമ്മുടെ പേർക്കായിട്ട് വന്ന പോലെ തോന്നുന്നു കേട്ടോ. മറ്റേ യാത്രക്കാർ കുറവാ. വേറെ ആരും ഇല്ല. നമ്മൾ തന്നെ ഒരു വണ്ടിക്ക് ആളുണ്ടല്ലോ. ക്ലാസ്മേറ്റ്സ് സൊറയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. എന്താ നിങ്ങൾ പറയുന്നതെന്നാ? ചർച്ച് മേറ്റ്സ്. രണ്ടുപേരും ചർച്ച് മേറ്റ്സാണ്. നാട്ടിൽ സൊറ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ അഡലൈഡിൽ സൊറ പറിച്ചില്ലേ? ഇതല്ലോ നമുക്ക് ഇവിടുന്ന് തന്നെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ അങ്ങനെ 3 മണിക്കൂറായിട്ട് 3 മണിക്കൂർ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ 3 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരാൻ ഫ്രീ ആണ്. 3 മണിക്കൂർ വരെ $3 സംതിങ്. അത് കഴിഞ്ഞിട്ടല്ലേ? അത് കഴിഞ്ഞിട്ട് അപ്പോൾ $3 സംതിങ്. നമുക്ക് സിറ്റിയിലോട്ട് പോകുന്നത് ഫ്രീ ആണല്ലേ? സിറ്റി മുഴുവൻ ഫ്രീ ആണ്. നമ്മളെ ഇറക്കി നമ്മുടെ ഈ ട്രാം പതുക്കെ ഇഴഞ്ഞ് നീങ്ങുകയാണ്. ഏതോ ആൾക്കാരെ കയറ്റാൻ വേണ്ടിയുള്ള പോക്കാണ്. നല്ലൊരു യാത്രയായിരുന്നു. ബൊട്ടാണിക് ഗാർഡൻസ് അത് എഴുതി വെച്ചാൽ അവിടെ വരെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. എല്ലാവരും വരിവരിയായിട്ട് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 18 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കടന്ന് തീരണം. 15, 14, 13, 12, 11, 10, 9 നമ്മളങ്ങനെ സേഫായിട്ട് ക്രോസ് ചെയ്തു. ഇനി നമ്മൾ രാജകീയ വീതികളിൽ കൂടിയുള്ള യാത്ര തുടരുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ സകലത ഇവിടെ ഉണ്ടാകും. ഓരോ പേരും മമ്മിയൊക്കെ സൊറ പറഞ്ഞ് നടക്കുന്നു. പപ്പ ഏറ്റവും പുറകിൽ അവരെ ഗൈഡ് കാണുന്ന നടക്കുന്നു. എങ്ങനെയുണ്ടോ അഡലൈഡ് സിറ്റിയൊക്കെ വന്നിട്ട് എങ്ങനെയുണ്ട്?
ഈ കാഴ്ചയിൽ വലിയ തിരക്കില്ലെങ്കിലും ഒരു നല്ല വിശാലമായ ഏരിയയും നല്ല അതെ നല്ല പരിസരമെല്ലാം നല്ല വൃത്തിയും ബിൽഡിങ്ങും കാര്യങ്ങളും റെയിൽവേ സ്റ്റേഷനും എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയ സിറ്റിയാണ്. ഇത് നമ്മുടെ അഡലൈഡിന്റെ ഹാർട്ടാണ്. ഇത് റെന്റൽ മോൾ എന്ന് പറയും. അതെ, ഇവിടെ എല്ലാ കടകളും ഉണ്ട്, എല്ലാ ഔട്ട്ലെറ്റ്സും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്രിക്കറ്റ് കളിക്കാരൊക്കെ ഇതുവഴിയാണ് നടക്കുന്നത്. അതെ 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 അതെ. ഞങ്ങൾ ഒരു ടൈമിൽ നമ്മുടെ കോഹ്ലിയൊക്കെ ആണെങ്കിൽ ഇതിലൂടെ അവർ ഷോപ്പിംഗ് ചെയ്തപ്പോഴത്തേന് ഞങ്ങൾ അവരെ കണ്ടായിരുന്നു. അതെ അതെ അതെ. എല്ലാം ഇവിടെ അഡലൈഡിന്റെ സെന്റർ ആണ് ഇത്. നമുക്ക് കാഴ്ചകൾ കണ്ടേക്കാം. അതെ അതെ, ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ അഡലൈഡിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലം എന്ന് പറയുന്നത് റെന്റൽ മോൾ. ഇവിടെ ഒത്തിരി ഷോപ്പിംഗ് സെൻറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ ഈ സിറ്റിയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ രാജവീതികൾ അടിപൊളിയാണ്. നമ്മളിങ്ങനെ നടന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലോണം ഒത്തിരി ആൾക്കാരെ ഇവിടെ ഇതുപോലുള്ള വർഷപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. അതാണ് എൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വലിയ കെട്ടിടങ്ങളും. ഇതാണ് അഡലൈഡിൻ്റെ ഹാർട്ട് ചേംബർ എന്നൊക്കെ പറയും അല്ലേ? അതെ അതെ അതെ. ഇവിടെ നല്ലതാണ്. നല്ല ഒന്ന് 4 മണിക്കൊന്ന് ഇരിക്കാനും ഒരു കലാകാരി അവിടെ ഒന്ന് എന്തോ വയലിൻ വായിക്കുകയോ എന്തോ സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കലാകാരന്മാരുടെ നാടും എല്ലാം കൂടിയാണ് ഈ അഡലൈഡ് സിറ്റി എന്ന് പറയുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ വെൽ പ്ലാൻഡായിട്ട് വെച്ചേക്കുന്ന ഒരു സിറ്റിയാണ് അഡലൈഡ്. ഇതേതായാലും പൊളിച്ചത് അഡലൈഡ് സിറ്റിയുടെ നടക്കുന്ന ഒരു പെട്ടി ഓട്ടോറിക്ഷ താണ്ട് പോകുന്നത്. അഡലൈഡ് സിറ്റിയുടെ നടുക്കാണ് ഈ പെട്ടി ഓട്ടോറിക്ഷ. അതേപോലെ അടിപൊളി. അഡലൈഡ് സിറ്റിയുടെ നടക്ക് പെട്ടി ഓട്ടോറിക്ഷ അല്ലയോ? കളറോടെ മാറണമെന്നേ ഉള്ളൂ. കളറോടെ മാറുകയാണ് നമ്മുടെ ആരാണ്. ഞാനാകുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്ത് കയറി ഒന്ന് ഇരിക്കണം. അതായാലും കലക്കി. ഇതിൻ്റെ പുറത്ത് കയറി ഒരു സുഖമുണ്ടോ? നല്ലതല്ലേ? നിങ്ങൾ വന്നിട്ടില്ല ഈ സ്ഥലത്ത്? ഇവിടെ കഴിഞ്ഞ ആഴ്ച വന്നല്ലേ? ഓക്കെ. അതെ, ഇരിക്കുന്ന കാര്യമല്ല. നല്ല സുഖമുണ്ടോ അവിടെ കാണാനായിട്ട്? അതെല്ലാം കുഴപ്പമില്ല. ഈ സാധനം അല്ലേ ഉണ്ടാക്കി വെച്ച ആർട്ടിസ്റ്റ്. ഇവിടെ കുറെ നല്ല കലാബോധമുള്ള ആളാണ്. അതെ, കഥാബോധം. ആ പഴം ആപ്പിളിന്റെ കടിച്ചു വെച്ചേക്കുന്നത് അതൊന്നും ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റില്ല. ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് രസമാണ്. ബ്ലസ്സി അടുത്ത പരിപാടി എന്താണ്? ആണല്ലേ? അങ്ങോട്ട് പോകാം. ഓക്കെ. നമ്മൾ നിൽക്കുന്ന കിങ് വില്യം സ്ട്രീറ്റിലാണ്. നമ്മൾ ബസ്സും ട്രാമൊക്കെ പോകുന്നുണ്ട്. നമ്മൾ അടുത്തത് വിക്ടോറിയ സ്ക്വയറിലോട്ട് പോകാനാണ് നോക്കുന്നത്. അവിടെ ഒരു ചർച്ച് ഉണ്ടെന്നാണ് നമ്മൾ ബ്ലെസ്സി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം പുറയിൽ നമ്മുടെ ട്രാം കയറാനായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ ട്രാം പോരും. ട്രാം വന്നു കഴിഞ്ഞാൽ നേരെ വിക്ടോറിയ സ്ക്വയർ. അപ്പോൾ ഞങ്ങൾ വിക്ടോറിയ സ്ക്വയറിൻ്റെ അവിടെ വന്നു. ആ കാണുന്ന സ്റ്റാച്ചു, അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതാണ് വിക്ടോറിയ സ്ക്വയർ. അതിൻ്റെ ഭാഗങ്ങളെല്ലാമാണ് വിക്ടോറിയ സ്ക്വയർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പള്ളി ഇവിടെ കാണുന്നതാണ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നമ്മുടെ പള്ളിയുടെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ഓസ്ട്രേലിയൻ വാട്ടറിൻ്റെ ഓഫീസാണ് ഇത് കാണുന്നത്. നല്ല മനോഹരമായ ഒരു സിറ്റിയാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നല്ല അടുക്കും ചുറ്റും കൂട്ടി മുമ്പേ പറഞ്ഞ ഉണ്ടാക്കിയ ഒരു സിറ്റിയാണ് ഈ സൗത്ത് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ അഡലൈഡ്. ഇതാണ് നമ്മൾ പറഞ്ഞ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ പള്ളി. നമുക്ക് ഏതായാലും പള്ളിക്കകത്തോട്ട് കയറാം. അപ്പോൾ വിക്ടോറിയ സ്ക്വയറിൽ നിന്ന് വന്ന് ട്രാമിന് ഇവിടെ ഇറങ്ങി ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇതല്ലേ പ്രിൻസേ? ഇതല്ലേ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ അല്ലേ? അഡലൈഡ് ഓവലിലോട്ട് പോവുകയാണ്. അഡലൈഡ് ഓവൽ അല്ലേ? അതാണ് നമുക്ക് കണ്ടത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അന്യ റിവ്യൂ ആണ്. ഇവിടെ ഒരു ഫ്ലൈറ്റ് വരുന്ന കാണാൻ നമ്മുടെ ഓവൽ
അവിടെയാണ് നമ്മുടെ സ്റ്റേഡിയം, ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ നടക്കുന്ന അവിടെയാണ് അഡലേഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ. നമുക്ക് ഈ റിവർ ബാങ്കിൻ്റെ സൈഡിൽ കൂടെ ആണ് നടന്ന് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അതിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇത് അതുവഴി പതുക്കെ വരുന്നുണ്ട്. ഏത് ഫ്ലൈറ്റ് ആണെന്ന് നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ ചിലപ്പം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മുടെ ഈ കാണുന്നത് കോണ്ടിനെൻ്റൽ ഹോട്ടലാണ്. ഇവിടെ എത്ര റൂമുണ്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരും ഒക്കെ വന്ന് താമസിക്കുന്ന ഒരു ഹോട്ടലാണ്. അതായത് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഹോട്ടലാണ് ഈ കാണുന്നത്, കോണ്ടിനെൻ്റൽ ഹോട്ടൽ. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ സ്റ്റേഡിയം ഉള്ളത്. പക്ഷേ ഇത് സൊറ പറഞ്ഞ് നടക്കാനൊക്കെ താല്പര്യമുണ്ടോ? നല്ല സൊറ പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞു നടക്കാം. അതെ, നല്ല രസമുണ്ടല്ലേ? നല്ല കാലാവസ്ഥയാ. ഇച്ചിരി എന്നാ പറയുന്നത്, തണുപ്പും ഉണ്ട്, എന്നാൽ ചൂടുമല്ല. നല്ലൊരു ചെറിയ കാറ്റും ഒക്കെ ആയിട്ട് നല്ല സുഖമാണ്. അവിടെ എല്ലാവരും സൊറ പറഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് ഇച്ചിരി പുറകെയായിപ്പോയി. അതെ, ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ടുകെട്ട് നടക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമ്മൾ വലിയ ട്രിപ്പ് പോയപ്പോൾ കൊണ്ടുപോയില്ല എന്ന പരാതിയായിരുന്നു. ഇപ്പോൾ ഇവരുടെ കൂടെയുള്ള യാത്രയാണ്. നമ്മൾ വീഡിയോ എടുത്ത് നടക്കുകയാണ് ഇങ്ങനെയുള്ള ചിലവ്. അവരെൻജോയ് ചെയ്യല്ലേ? അതെ, ഏതായാലും സ്റ്റേഡിയത്തിൽ അടുത്തോട്ട് പോകാം. അപ്പം ഈ കാണുന്നതാണ് അഡലൈഡ് ഓവൽ. നമ്മുടെ ക്രിക്കറ്റും മുമ്പേ പറഞ്ഞ ക്രിക്കറ്റ് അങ്ങനെയുള്ള പല ഗെയിംസ് നടക്കുന്ന സ്ഥലമാണിത്. നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയാമല്ലോ. ഏതായാലും നമുക്ക് അതിനകത്ത് കയറി ഒന്ന് കാണാൻ ശ്രമിക്കാം. കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് സൗത്ത് ഗേറ്റ് ആണ്. ഇവിടെ ഇത് ഒരു മെയിൻ ഗേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാരെ പ്രവേശനം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഇതാണ് അവിടെ ഈസ്റ്റ് ഗേറ്റിൻ്റെ പുറകെ. നമുക്കൊരു ചെറിയ അബദ്ധം പറ്റി. ഇതുണ്ട്, ഈ തിരിഞ്ഞ് കാണുന്നതാണ് നമ്മുടെ ഈസ്റ്റ് ഗേറ്റ് ക്രിക്കറ്റിൻ്റെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. എന്നാ പറ്റിയോ അകത്ത് കയറാൻ? പക്ഷേ അതെ, ഞങ്ങൾ ഓടി വരികയും ഇപ്പോൾ സമയം ഇപ്പോൾ 7:30 ഇവിടെ 7:35. ഞങ്ങൾ 7:31 വന്നു. നമുക്കറിയാമല്ലോ ടൈം, അതുകൊണ്ട് അവർ അടച്ചു. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി അകത്ത് കയറാൻ പറ്റില്ല അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് കാണാം. അതെ അതെ, ഇത് നല്ല രസമുണ്ടല്ലോ പ്രിൻസ് സംഭവം. നല്ല രസമാണ് അല്ലേ? നല്ലൊരു തണലാണ് ഇതിൻ്റെ, ഈ സ്റ്റേഡിയത്തിൻ്റെ അല്ലേ? നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ക്രിക്കറ്റ് കളിയൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര അല്ലേ, ഭയങ്കര തിരക്കും. നിങ്ങൾ കളി ഈയിടെ എങ്ങനെ വന്നിട്ടുണ്ടോ കളി കാണാൻ? വന്നതല്ലേ? ആര് ജയിച്ചെന്ന്? ഓസ്ട്രേലിയൻ പാകിസ്ഥാനോട്. ഓക്കെ, നമ്മളവിടുത്തെ ഇവർ കടക്കാൻ നിൽക്കുകയാണ്. അവിടെ ആൾക്കാർ വണ്ടി വന്ന് നിർത്തുന്നുണ്ട്. പുള്ളി അവിടെ വന്ന് നിർത്തി ആ വണ്ടി കണ്ടോ. ഇനി ഇവർ കടന്നു പോയിട്ട് മാത്രം ഈ വണ്ടികളെല്ലാം പോയി. അപ്പോൾ ആ മര്യാദ എങ്ങനെയുണ്ടോ അവരുടെ? അതല്ല, വിദേശ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത ഏതാണ്? നമ്മുടെ നാട്ടിലാണെങ്കിൽ ആരെങ്കിലും നിർത്തി കൊടുക്കുകയില്ല. അതൊരു ഭയങ്കര നമ്മുടെ സ്റ്റെപ്പ് എടുത്ത് വെച്ച് ആൾക്കാർക്കാണ് പ്രാധാന്യം, അതിനുശേഷമുള്ള വാഹനങ്ങൾക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു പോകണം. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റേഡിയം കാണാൻ പറ്റില്ല അല്ലേ? അതെ, കാരണം 1 മിനിറ്റ് താമസിച്ചു. അടുത്ത പ്രാവശ്യം വരും പിന്നെ നമുക്ക് കാണാം അല്ലേ? അയ്യോ, നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അവനും കണ്ടില്ല. അപ്പം ഞങ്ങളിനിയിപ്പോൾ അടുത്ത് പോകുന്നത് നമ്മുടെ ഒരു ബിജു, നമ്മുടെ വീഡിയോ കാണുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ജിജോയുടെ സുഹൃത്താണ് അല്ലേ, പ്രിൻസിൻ്റെ. ഇവരുടെ അതെ, അപ്പം പുള്ളിയുടെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിയുടെ വീട്ടിൽ വെച്ച് കാണാം. നമ്മളെ ഇതുവഴി എല്ലാം കൊണ്ട് നടന്നത് അഡലേഡ് സിറ്റിയെ കാണിച്ചതിന് വളരെ സന്തോഷം കേട്ടോ. ആയിക്കോട്ടെ, എനിക്കറിയാം, നമ്മൾക്കറിയാവുന്ന പറഞ്ഞതേ ഉള്ളൂ. ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ബിജുവിന്റെ വീട്ടിലോട്ട് വരികയല്ലേ? അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓ ആയിക്കോട്ടെ, ശരി ശരി. അപ്പോൾ നമ്മൾ നമ്മുടെ സിറ്റിയൊക്കെ കണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ ബിജുവിന്റെ വീട്ടിൽ വന്നേക്കാണ്. ബിജുവിനെ കാണാൻ വേണ്ടിയാണ് നമ്മളെ ഇവിടെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ് ബിജു. അതുകൂടാതെ നമ്മുടെ ജിജോയുടെ സുഹൃത്ത്, ആത്മാ സുഹൃത്ത്. നിങ്ങളെങ്ങനെ നമ്മളെ ബന്ധം? ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്ത ബോംബെ ജോലി. ഓക്കെ, ബിജുവിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ബിജു ഒരു നാട്ടിലുള്ള ആള്? ഞാൻ മൂവാറ്റുപുഴ വാഴക്കുളം. വാഴക്കുളം അല്ലേ? എത്ര നാളെ ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഇപ്പോൾ 7 വർഷം. വൻ സെറ്റപ്പ് പുറകിലാണ്. ഇതിന് ബാർബിക്യൂ ഒക്കെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ചെയ്യുമോ? ബാർബിക്യൂ നിങ്ങൾ ഇത് കണക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ബാർബിക്യൂ ചെയ്യും. പിന്നെ ഞാൻ വേറൊരു കാര്യം കണ്ടു. ഞാൻ വന്ന പറഞ്ഞാൽ ബിജു കോള വിളിച്ചായിരുന്നു മോൾ ഒഴിക്കുന്നത്. അതെന്താ സംഭവം? അത് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊക്കക്കോള ഒഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ വേസ്റ്റ് എല്ലാം നമ്മൾ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ കോള കുടിക്കാനാണ് അല്ലേ? അതെ അതെ, ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യാനും കൊക്കക്കോള ഉപയോഗിക്കുന്നു. ഒരുപാട് സെറ്റപ്പ് വൺ സെറ്റപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം അല്ലേ? അതെ, ഇത് ക്ലീൻ ചെയ്യാൻ നല്ലോണം ക്ലീൻ ചെയ്യാൻ കിട്ടും സാധനം അല്ലേ? അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും.
ചെളി നന്നായിട്ട് പോകും. ചെളി നല്ലോണം പോവുകയും ചെയ്യും. അതുകൂടാതെ നമുക്ക് ഈ പറഞ്ഞ കെമിക്കലൊന്നും അതിനകത്തുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കുടിക്കുന്ന സാധനമല്ലേ. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൊക്കക്കോള ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് അടിപൊളിയായിട്ട്. അതാണ് വൺ സെറ്റപ്പ് ആയി കേട്ടോ. നമുക്ക് അങ്ങനെ ചിക്കൻ ഇടുകയാണ്. ബിജു ഇടയ്ക്കിടയ്ക്ക് പാർവൊക്കെ ചെയ്യാറുണ്ടോ? അതല്ല ആരെയും കമ്പനി വരുമ്പോഴേ ഉള്ളോ? ആരെങ്കിലും കമ്പനി വരുമ്പോൾ മാത്രം. ആണല്ലേ. നമുക്ക് എന്നും പറ്റില്ലല്ലോ. എന്നും പറ്റത്തില്ലല്ലോ. ആണല്ലേ. എന്നും പറ്റില്ല. ഇത് പിന്നെ മെനക്കേട് എപ്പോഴെപ്പോഴും പാർവ. ഇത് ക്ലീൻ ചെയ്യാൻ ഏറ്റവും വലിയ പാട്. ഈ കോള വയ്ക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ ഒരു 2 മണിക്കൂർ വേണം. അതാണ് ക്ലീൻ ചെയ്യാൻ ഏറ്റവും വലിയ പാട്. ഇത് ഞാനിപ്പോ വൈകുന്നേരം 2 മണിക്കൂർ ഇത് തേച്ച് കഴിയുക. നമ്മൾ വന്നപ്പോൾ ഈ പട്ടിയുടെ ഭയങ്കര കുറ. ഞാൻ ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ അവിടെ ഒന്നും പട്ടിയില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സുകാരുടെ സർക്കിളൊന്നും പട്ടിയില്ല. എന്നാ പട്ടിയോ സംഭവം? ഇത് റോഡ് വീലോ? റോഡ് വീലാണോ? കാണാൻ പറ്റും. ഇരുട്ടാതെ കാണാൻ പറ്റുമോ? അല്ല, ഞാൻ അതിനെ കൊണ്ട് കൊണ്ടുവരാം. എന്നെ കൊണ്ടുപോകാം. നമുക്കൊന്ന് കാണാം. എനിക്ക് ഇഷ്ടമുള്ള സാധനം. ആയിക്കോട്ടെ. ഞാൻ അടുത്തോട്ട് വരുന്നില്ല. ഭയങ്കര പട്ടി. അത് ഭയങ്കര ദേഷ്യക്കാരനാണ്. കഴിച്ചു കഴിഞ്ഞാൽ അവനാള് ഭയങ്കര പെശകാണ് പുള്ളി. ഒമ്പോള അവൻ നിൽക്കുന്നുണ്ടോ? അവൻ ഭയങ്കര പെശകാരനാട്ടോ. അയ്യോ, അവൻ സെറ്റപ്പാ കേട്ടോ. അവന്റെ പേരെന്നാ? റോക്കി. മിണ്ടായി. അല്ലെ നാളെ ഒരു വ്ലോഗൊന്നും കാണുകയില്ല. ചിക്കൻ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏകദേശം ചെറുതൊക്കെ ഏകദേശം ആയി വന്നു. മറ്റേ ആയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ പാകം വേഗത്തില്ല. അപ്പൊ പയ്യെ സ്ലോയിൽ ഇരുന്നത് ചിക്കൻ അടിപൊളി. ഒരു 3000 രൂപ ടച്ചുണ്ട്. നല്ല ടേസ്റ്റ്. ലെമണൊക്കെ നല്ല 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 ടേസ്റ്റ്. ലെമണിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് അറിയാം. ശരി അച്ഛാ, എന്നാ ഗുഡ് നൈറ്റ്. നീ വരുമ്പോ കാണാം. വളരെ സന്തോഷം. നമ്മളെ ആയിക്കോട്ടെ. അപ്പൊ ഇടയ്ക്ക് ഇനി വന്നം കേട്ടോ. ഞങ്ങൾ മെൽബോണിലോട്ട് ക്ഷണിക്കുന്നു. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ രാത്രി യാത്രയില്ലല്ലേ? രാത്രി യാത്രയില്ല. ഏകദേശം ഇവിടെ 11 മണിയോളം ആയി. ആയിക്കോട്ടെ. അപ്പൊ ടാറ്റ. ഓക്കെ, ടാറ്റ, ബൈ. തന്നതിനെ സ്വീകരിച്ചിരിക്കും. സന്തോഷമായി. ഞങ്ങളിതാ പോകുന്നു. ആയിക്കോട്ടെ. ഓക്കെ.